റാന്നി ഫോറസ്റ്റ് ഡിവിഷനു കീഴിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്ന് വിവരാവകാശ രേഖകൾ. 2008 ഒക്ടോബർ മുതൽ 2016 ജൂലൈ വരെയുള്ള ഓഡിറ്റ് റിപ്പോർട്ടിൽ കണക്കുകളാണ് പുറത്തുവന്നിരിക്കുന്നത്. വനം വകുപ്പ് നടത്തിയ പല പദ്ധതികളിലും വൻ ക്രമക്കേടാണ് നടന്നിരിക്കുന്നത്. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. വനംവകുപ്പ് റാന്നി ഡിവിഷന്റെ കീഴിൽ 2008 ഒക്ടോബർ 31 മുതൽ 2016 ജൂലൈ 10 വരെയുള്ള ദൈനംദിന കണക്കുകൾ പൂർണ്ണമല്ലെന്നാണ് ഈ രേഖകൾ വ്യക്തമാക്കുന്നത്. വനംവകുപ്പിന്റെ ദൈനംദിന കണക്കുകൾ, ദൈനംദിന പ്രവൃത്തികൾ എന്നിവ ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കണമെന്നാണ് ചട്ടം. എന്നാൽ ഇവയൊന്നും റാന്നി വനംവകുപ്പ് ഡിവിഷൻ പാലിച്ചിട്ടില്ലെന്നാണ് ഈ രേഖകൾ വ്യക്തമാക്കുന്നത്. വനംവകുപ്പിന് കീഴിൽ ദൈനംദിന ജോലി പ്രവർത്തികൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കരാർ നൽകിയതിലും വൻ അഴിമതിയാണ് നടന്നിരിക്കുന്നത്. വനംവകുപ്പ് നൽകിയ 300 കരാർ ജോലികളുടെ വിവരങ്ങളൊന്നും തന്നെ ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടില്ല. ആടുകീഴ്ത്തോട്ടത്തിലെ തേക്ക് ലേലവുമായി ബന്ധപ്പെട്ട് 16 ലക്ഷത്തിലധികം രൂപ നഷ്ടം വന്നിട്ടുള്ളതായും ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കോടികളുടെ വെട്ടിപ്പ് നടന്നതായിട്ട് വ്യക്തമായ രേഖ വിവരാവകാശ നിയമപ്രകാരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് 34 പേജുണ്ട് എന്നും പറഞ്ഞ് എന്നോട് പൈസ ആവശ്യപ്പെട്ടതിൻ്റെ എന്നോട് ഈടാക്കുകയും വെറും 18 പേജേ തന്നിട്ടുള്ളൂ. ആ 18 പേജിൽ തന്നെ കോടികളുടെ അഴിമതി ഉണ്ട്. അതിനെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തുവാൻ സർക്കാർ തയ്യാറാകണം. റാന്നി ഡിവിഷന് കീഴിൽ 3 ജീപ്പുകൾ ലേലം ചെയ്തതിൽ ഒരു ജീപ്പിന്റെ വിവരങ്ങൾ മാത്രമാണ് ഓഡിറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ ഖജനാവിൽ നിന്നും നഷ്ടമായത്. അജി കുഞ്ഞുമോൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട.